ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു നിഷിദാസ് ക്വിസീൻ. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒബ്ബട്ട്, ഹോളിക എന്നും പറയും. ഇത് സൗത്ത് ഇന്ത്യയിൽ ഫെസ്റ്റിവൽ സമയത്തെല്ലാം ഉണ്ടാക്കുന്ന ഒരു അടിപൊളി മധുര പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം മാവ് കുഴച്ചെടുക്കുക. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. മുഴുവൻ മൈദയിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരേ അളവിന് മൈദയും ഗോതമ്പ് പൊടിയും എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം മടക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് ഈ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പാകത്തിന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും കുഴച്ചെടുക്കാം. ഇപ്പോൾ നെയ്യ് ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അടച്ച് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടി കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇത് എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്, ഇല്ലെങ്കിൽ കുക്കറിൽ 2-3 വട്ടം വേവിച്ചെടുത്താലും മതി. കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചത് 1 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വെയിറ്റിട്ട് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് വേവാൻ വെച്ചത് 2 വിസിൽ വന്ന് ആവി പോകുമ്പോഴത്തേക്കും പാകത്തിന് വന്നിട്ടുണ്ട്. ഇതായത് കൈ കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ അതെങ്ങനെ ഉടയണം. ഇതിന് ശർക്കര ചേർത്ത് വരട്ടിയെടുക്കാൻ വേണ്ടി ഇതിലെ വെള്ളം മാറ്റി കടലപ്പരിപ്പ് മാത്രം എടുത്ത് വേറെ വാനിലേക്ക് മാറ്റാം. ഇതിനി നല്ലോണം ഉടച്ചെടുക്കണം. ഒന്നുകിൽ മാഷർ വെച്ച് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു മാഷർ വെച്ച് ഉടച്ചെടുക്കുന്നത്. ഇപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കണം. ഇത് 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കി തിളപ്പിച്ച് ഉരുക്കി അരിച്ചെടുത്താണ് ഇതിലേക്ക് ഒഴിക്കാം. തീ കത്തിച്ച് ഇത് ഇളക്കി വരട്ടിയെടുക്കാം. ഇതില് വെള്ളമെല്ലാം വറ്റി ഏകദേശം ഡ്രൈ ആയി വരുമ്പം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം.
ഇതിപ്പം വെള്ളമെല്ലാം വറ്റി നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ചൂടാറുമ്പം കുറച്ചുകൂടെ കട്ടിയാവും. ഇതിന് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫില്ലിങ് റെഡിയാണ്. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോ ഇങ്ങനെയുണ്ട്. ഇതിനി പരത്തി ഇതിൽ ഫില്ലിങ് വെച്ച് ഉരുളയാക്കി വീണ്ടും പരത്തി ചുട്ടെടുക്കണം. ഇനി ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഉരുള പോലെയാക്കി കയ്യിൽ വെച്ച് കുറച്ച് പരത്താം. നേരത്തെ ഫില്ലിങ് കൊണ്ട് റെഡിയാക്കി വെച്ചിരുന്ന് കുറച്ചെടുത്ത് ഒരു ഉരുളയാക്കാം. ഇതിനി ഇതിൽ വെക്കാം. ഇതിൽ വെച്ചിട്ട് ഇതിങ്ങനെ കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് മേലിലെ ഭാഗം നുള്ളി മാറ്റാം. ഇതിന് ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തണം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഇതിലേക്ക് വെച്ച് കൈ കൊണ്ട് തന്നെ മെല്ലെ പരത്താം. വാഴയില കിട്ടുന്നവരാണെങ്കിൽ വാഴയിലയിൽ വെച്ചിട്ട് വേണമെങ്കിലും പരത്താം. ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന് ചുട്ടെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. തവയിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി ഈ പരത്തി വെച്ചത് മെല്ലെ എടുത്ത് തവയിലേക്ക് കമഴ്ത്താം. ബട്ടർ പേപ്പർ മെല്ലെ നീക്കിയെടുക്കാം. ഒരു സൈഡ് കുറച്ച് വെന്ത് വരുമ്പം ഇതിന്റെ മേളിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി തിരിച്ചിടാം. വീണ്ടും തിരിച്ചിടാം. ഇപ്പം 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ഒബട്ട് റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.